പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നമ്മൾ കശ്മീരിൽ നിന്ന് നേരെ ഇന്നലെ രാവിലെ, അതായത് 23-ാം തീയതി രാവിലെയാണ് നമ്മൾ ഡൽഹിയിലെത്തിയത്. ഇപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മുടെ വോയേജറിൻ്റെ ഒരു ട്രിപ്പ് ഇവിടുന്ന് നേരെ മണാലിയിലേക്ക് പോവാണ്. അതിൻ്റെ കൂടെ ഞാനും നമ്മളെ ബാക്കിയുള്ള ആളുകളും പോകുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി മണാലിയിലേക്കാണ് പോകുന്നത്. കശ്മീരിലെ അവസ്ഥകൾ നിലവിൽ നമ്മൾ പോകുന്നവരെയും ഇന്നിപ്പോൾ വിളിക്കുന്ന സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ല, അവിടെ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ആ സംഭവം നടന്നെന്ന് പുലർച്ചെയുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രാജ്ബാഗ് ഞാൻ ഡേറ്റ് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അത്രയും തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു ഡേഞ്ചറായിട്ടുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്താണ്. അവിടെ ആ സമയത്തൊന്നും പ്രശ്നങ്ങളില്ല. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ അവിടുന്ന് ലക്ഷദ്വീപിൽ നമ്മൾ കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ അല്ല, വേറെ ടീമിൻ്റെ കൂടെയാണ്, പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരവിടെ ഉണ്ട്. അവരിന്ന് നേരെ ഗുൽമർഗിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, പാസ് ഓഫ് നോ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സാക്റ്റ് പെഹൽഗാം, അത് അനന്തനാഗ് ജില്ലയിൽ പെഹൽഗാമിൽ ആ ഇഷ്യൂ നടന്ന സ്ഥലങ്ങളിലാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത്. ഓക്കെ, അപ്പോൾ പാനിക്കാവണ്ട. നമ്മൾ അടുത്ത മാസം ട്രിപ്പുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ബുക്ക് ചെയ്ത ആളുകൾ പാനിക്കാവൊന്നും വേണ്ട. അൺസേഫ് അല്ലെങ്കിൽ നമ്മൾ പോകില്ല, സേഫാണ്. ആസ് ഓഫ് നോത്തെ സിറ്റുവേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകും. കാരണം നിങ്ങളുടെ സുരക്ഷ കൂടി, ഇപ്പം നിങ്ങളും നമ്മളും ഒരുമിച്ചാണല്ലോ പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മണാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി മണാലിയിലേക്ക് പോകുന്ന ബാക്കി കാഴ്ചകളാണ്. ഓക്കെ, എവിടെ നല്ല മുറാദാബാദി ബിരിയാണിയോ, അടിപൊളി ടേസ്റ്റ്. ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. കാരണം നമ്മളെ കൂടെ വരാനുള്ള ഫാമിലിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ. ഇവിടെയുള്ള അവസ്ഥ ഉണ്ടോ, ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇതേപോലത്തെ ഭയങ്കര തിരക്കേറിയ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അവിടെ എന്തോ ഒരു കച്ചറ നടക്കുന്നുണ്ട്. बस अड्डा അപ്പോൾ നമ്മളിപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ബുഷ്ര ടീച്ചർ ആൻഡ് ഫാമിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരേകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഓക്കെ, അപ്പോൾ അവർ കാത്തിരിക്കുകയാണ്, വന്നിട്ട് കാണാം. എമ്മണ് പോട്ടെ. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ എൻ്റെ ബോർഡ് ഉണ്ടല്ലോ നേരത്തെ, അതായത് ഭയങ്കര തിരക്കാണ് റെയിൽവേ സ്റ്റേഷനുകളൊക്കെ. ഓൾറെഡി ആദ്യം മുതലുള്ളതാണ്, പക്ഷേ അതിനൊരു ഇതുവരെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും നമ്മളെ കൂടെ വന്ന ആളുകൾ നമ്മൾ പിക്ക് ചെയ്ത് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. മഹാരാണ പ്രതാപ് ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ, അതായത് കശ്മീരി ISBT ഗേറ്റിലേക്കാണ് നമ്മൾ കശ്മീരി ഗേറ്റിലേക്കാണ് പോകുന്നത്. അതായത് കശ്മീരി ഗേറ്റിലെ ISBT, അതായത് ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ. അപ്പോൾ അതിലേക്ക് ആളുകളെ നമ്മളെ കൂടെ വന്ന ആളുകൾ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട്, ബസ് സ്റ്റാൻഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതായത് നമ്മൾ എയർപോർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മെട്രോൻ്റെ അതേ സെറ്റപ്പിലുള്ള ഇതാണ്. കാരണം ഇതിൽ മെട്രോ, ഇതിൻ്റെ ഒരു സൈഡിൽ മെട്രോ, മറ്റൊരു സൈഡിൽ ഇതേപോലത്തെ വൃത്തിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ബസ് കയറാൻ വന്ന ആളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ബസ്സിന് ഇവിടെ നിന്നാണ്. അങ്ങനെ നമ്മളിപ്പോൾ കശ്മീരി ഗേറ്റ് ISBT ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനലിനുള്ളിൽ എത്തി. ഞങ്ങൾ പോരാം. അപ്പോൾ നമ്മളെ കൂടെ വന്ന ഫാമിലികളൊക്കെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കശ്മീരി ഗേറ്റ് ISBTയുടെ അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത്
നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡൽഹിയിലെ മറ്റ് സ്ഥലങ്ങളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താ പറയുക സെറ്റപ്പാണ്. ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ നിന്ന് ഇവിടെ ഇങ്ങനെ എത്തിയതിൻ്റെ ഒരു എന്താ പറയുക ഇടങ്ങേറുണ്ട് നമുക്ക്. കാരണം കാശ്മീരിൽ കുറച്ച് ദിവസം നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മളവിടെ നിന്ന് പോന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കിവിടെ ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്കിവിടെ എത്തണം. കാരണം കഴിഞ്ഞ തവണ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ നമ്മുടെ ട്രിപ്പിലുണ്ട്, ബുഷർ ടീച്ചറും ഫാമിലിയൊക്കെ. ആ സമയത്ത് നമ്മൾ വ്ലോഗും കാര്യങ്ങളും ഇത്ര വിപുലമായിട്ട് തുടങ്ങിയിട്ടില്ല. ഇതേപോലെ കംപ്ലീറ്റ് മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ബാക്കിയുള്ള ഡൽഹിയിലെ മറ്റുള്ള ഭാഗങ്ങളിൽ നമ്മൾ പോകുന്ന പോലെയുള്ള ഒരു സാധനമല്ല നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. സംഭവം കുറച്ചൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറേ ആളുകൾ ഇങ്ങനെ ഫേസിൽ നോക്കുന്നുണ്ട്. കുറേ മലയാളീസും അവിടെ ഉണ്ട്. ഇപ്പോൾ കാശ്മീരിൽ നിന്ന് ആ ന്യൂസിലും ആ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേ കുറേ ആളുകൾ വന്നുകൊണ്ട് സംസാരിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ബസ് കയറും. അപ്പുറത്തുനിന്ന് ബസ് കയറുന്നുള്ള വിവരങ്ങൾ വിശ്വസിച്ച് നമുക്ക് കാണിച്ചു തരാം. ബസ് കയറിയിട്ട് പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് മണാലിയിലേക്ക് ആയോ. അപ്പോൾ നമ്മളെ ബസ് ഇപ്പോൾ വരും. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്നും ഏത് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടുന്ന സ്ഥലം കശ്മീരി ഗേറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെയുള്ള ഒരുപാട് സെറ്റപ്പ് ഇപ്പം നേരത്തെ കാണിച്ചതില്ലേ, ടോട്ടൽ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വാങ്ങാം. പിന്നെ വെള്ളവും ഇപ്പോൾ ഡൽഹിയിൽ വരുമ്പോൾ കുഴപ്പമില്ലാത്ത ചൂടാണ്. ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങാം, അല്ലെങ്കിൽ മൂത്രച്ചൂടൊക്കെ വരും. ഇവിടെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ബസ് ഇപ്പോൾ വരാനായിട്ടുണ്ട്. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, ആൾക്കാരും ഉണ്ട് ഇഷ്ടംപോലെ. അവിടെ ബസ് മൾട്ടി ആക്സിൽ ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ കമോൺ. ഇപ്പോൾ രാജസ്ഥാനിലേക്ക് ഗോരഖ്പൂർ, ബീഹാർ, അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങൾക്കുള്ള ബസ്സുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഇത്തരത്തിലുള്ള ബസ്സുകളിൽ ഒരു 2x2 ആയിരിക്കും, അതായത് ഇങ്ങനത്തെ പുഷ് ബാക്ക് ബസ്സുകൾ. ഇതൊക്കെ വലിയ ബസ്സുകളാണ്. നമുക്ക് ഇതേപോലത്തെ ഒരു ബസ്സാണ് വരാനുള്ളത്. ഇനി ജയ്പൂർ അല്ലെങ്കിൽ മണാലി, ഹിമാചൽ സൈഡുകളില്ലാത്ത സ്ഥലങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ലീപ്പർ ബസ്സുകളും കിട്ടും. ഓക്കെ, ഇത് 2x2 സിറ്റിംഗ് ആയിരിക്കും ഹിമാചൽ സൈഡിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മളെ ബസ് വന്നു, നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ കയറി. അതുപോലെ തന്നെ ലഗേജുകളൊക്കെ വണ്ടിയിൽ വെച്ചു. നമുക്ക് ബസ്സിൻ്റെ കാഴ്ചകൾ കാണാം, ബസ്സിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മണാലിയിലേക്കുള്ള ബസ്. തട്ടട്ടോളി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പരിപാടി. ഇതിങ്ങനെ പുഷ് ബാക്കാണ്. നമ്മളിങ്ങനെ താന്നുറങ്ങി ഇങ്ങനെ പോവും, ഇങ്ങനെ കാലൊക്കെ വെച്ചാണ്ട്. ഓക്കെ, ഈ ആളറി നിങ്ങൾ സൂപ്പർ കേട്ടോ. നിങ്ങൾ ടീച്ചർ ഫോം ആയിട്ടില്ല, അതായത് അടക്കാക്കുണ്ട് സ്കൂളത്തെ ടീച്ചറാണ്, ഇന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ 2ാം പ്രാവശ്യം വരുന്നത്. പക്ഷെ അന്ന് നമ്മൾ വ്ലോഗ് തുടങ്ങിയിട്ടില്ല. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഇനി നേരെ മണാലിയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. സുഹൃത്തുക്കളെ പോവാണ്, മണാലി പോവാണ്. ബസ് കയറി കശ്മീരി ഗേറ്റിൽ നിന്ന് സീത മണാലി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 25-ാം തീയതിയിലോ 7:16 ഇപ്പോൾ നമ്മൾ മണ്ടിയിലെത്തി. മണാലിയിൽ തന്നെ ഹിമാചൽ പ്രദേശിലെ മണ്ടി പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഡൽഹിയിലൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. ചൂടിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഏരിയകളിലൊക്കെ ഉണ്ടാവും ഒരു ചെറിയൊരു ബ്രീസായിട്ടുള്ള ക്ലൈമറ്റാണ്. ഇതാണ് നമ്മൾ വന്ന വണ്ടി, നമ്മളെ ബസ് കാശി. അപ്പോൾ നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ
കശ്മീരിലെ ഇഷ്യൂസൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ശാന്തിയും സമാധാനത്തോടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളെ സ്വന്തം ടീച്ചേഴ്സൊക്കെയാണ് ഇതിലുള്ളത്. നമ്മളെ കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മളെ കൂടെ കശ്മീരിലേക്ക് വന്നേരും. അപ്പോൾ അത് നമ്മളെ കൂടെ വന്നതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് 2ാമത് ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ട്രിപ്പ് കൂടിയാണ്. കാരണം ഓല് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ കൂടിയാണ് എൻ്റെ. പിന്നെ ഓലെ ഫാമിലിയാണ്, പിന്നെ ഓലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറാമാൻ എൻ്റെ സ്വന്തം നാസിമും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ബസ് എടുത്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മണാലി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. നമ്മളെ കൂടെ വന്ന ആൾക്കാരുണ്ട് അവിടെ. പൈൻ ഫോറസ്റ്റുകൾ, മഞ്ഞുണ്ട് കാണോ. അപ്പോൾ നമ്മൾ ലഗേജുകളൊക്കെ അവിടെ ഇറങ്ങി. ഇതാണ് നമ്മൾ ബസ്, നമ്മൾ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ വണ്ടി നമ്മൾ ടെമ്പോ ട്രാവലർ ഇടാണ്ട് അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ കശ്മീരല്ല, മണാലി ലോക്കൽ വിസിറ്റാണ്. ഹിഡിംബ ടെമ്പിള്, അതുപോലെ തന്നെ വശിഷ്ഠ്, വൻവിഹാർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ തൽക്കാലം നമ്മൾ നേരെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബാക്കി കാഴ്ചകൾ.